അല്ല അങ്ങനെയല്ല. അത് ഒരു ഞാനത് അങ്ങനെ പറഞ്ഞതല്ല. ഞാനത് ഒരു അഹങ്കാരത്തിന്റെ ഭാഷയിലൊന്നും അങ്ങനെ പറഞ്ഞതല്ല. ഒരു അരാഷ്ട്രീയവാദമാണെന്നൊക്കെ പറഞ്ഞു കുറെ പേര്. ഇങ്ങോട്ട് ചോദിച്ചു, വെല്ലുവിളിച്ചു. ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. ഞാൻ പറഞ്ഞു ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു, ജയിച്ചില്ലെങ്കിൽ റിട്ടയർ ചെയ്യുന്നു. നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുമായിരുന്നത്. ഞാൻ ഇവിടെ വന്നിരുന്ന് ഉജ്ജ്വലമായ വിജയം, കഴിഞ്ഞ 30 വർഷക്കാലത്തെ ഉജ്ജ്വലമായ വിജയം ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ നേടി ഇവിടെ വന്നിരുന്നപ്പോഴും നിങ്ങൾ ചോദിച്ചു അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുന്നു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? അവസാനത്തെ പത്രസമ്മേളനം വിളിച്ചു കൂട്ടി എന്റെ ജീവിതത്തിലെ, രാഷ്ട്രീയ ജീവിതത്തിലെ. നിങ്ങളോട് പറഞ്ഞ് ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞു രാഷ്ട്രീയത്തിൽ, അല്ലെ പറഞ്ഞില്ലേ? ഇതേ കസേരയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അന്ന് നിങ്ങൾ ചോദിച്ചു, ജയിച്ചിട്ട് വന്നപ്പോഴും ചോദിച്ചു നിങ്ങൾ. അപ്പൊ പറഞ്ഞു അതൊരു തീരുമാനമാണ്. കാരണം ജയിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ പരാജയമല്ലേ, നമ്മളെ ഏൽപ്പിച്ചതല്ലേ കോൺഗ്രസ് നേതൃത്വം. നമ്മളെ പ്രതീക്ഷ അർപ്പിച്ച് നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചതാണ്. നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പ്രതിപക്ഷ നേതാവായി മാഡം സോണിയാഗാന്ധിയെ കാണാൻ ചെല്ലുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ എല്ലാവരോടും പറഞ്ഞത് നിങ്ങൾ റിസൾട്ട് ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്റെ വാക്കാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാഡത്തിന്റെ വാക്ക് ഞങ്ങള് അത് കാത്തു സൂക്ഷിക്കുമെന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ മറുപടി പറഞ്ഞു. എനിക്ക് അഭിമാനത്തോടുകൂടി വാത്സല്യത്തോടുകൂടി എന്നോട് ഇടപെട്ടിട്ടുള്ള ആളാണ് മാഡം സോണിയാഗാന്ധി. അവരോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റി. ഒറ്റയ്ക്കല്ല, ടീമായിട്ടാണ്, എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുകൊണ്ടാണ്. ആ ടീം ബിൽഡ് ചെയ്യാൻ പറ്റി, അതിന്റെ ഏകോപനം നടത്താൻ പറ്റിയെന്നുള്ളത് മാത്രമാണ് എന്റെ റോള്. എന്റെ റോൾ അതാണ്. അതിൽ ഞാൻ പരാജയപ്പെട്ടിരുന്നെങ്കിൽ അത് എന്റെ പരാജയമാണ്. അതല്ലാതെ വ്യക്തിപരമായി ജയിക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി പരാജയപ്പെട്ട എന്റെ പരാജയം എന്ന് പറഞ്ഞതല്ല. ഇത് ടീമിനെ ബിൽഡപ്പ് ചെയ്ത് ഒരു ലീഡർഷിപ്പ് നിൽക്കുകയല്ലേ UDFന്റെ ചെയർമാൻ സ്ഥാനം എന്ന് പറയുന്നതല്ലേ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം. ആ ജോലി അതാണ്, ആ ഉത്തരവാദിത്തം അതാണ്. അതിൽ പരാജയപ്പെട്ടാൽ പിന്നെ നമ്മൾ തൂങ്ങിക്കിടക്കാൻ പോകാം പാടില്ല. അപ്പൊ